നമസ്കാരം, ബീലഗ് ന്യൂസിലേക്ക് സ്വാഗതം. പലഹാരത്തെരുവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ആദ്യം എത്തുക കോഴിക്കോട് നഗരമായിരിക്കും. എന്നാൽ പലഹാരങ്ങൾ ചൂടോടെ കൺമുന്നിൽ തന്നെ പാചകം ചെയ്തു തരുന്ന ഒരു പലഹാരത്തെരുവുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്. നഗരമധ്യത്തിൽ നിന്നും അധികം അകലെയല്ലാത്ത തിരുവനന്തപുരത്തിന്റെ തനത് രുചി പകരുന്ന പുന്നമൂട് പലഹാരത്തെരുവ്. പതിറ്റാണ്ടുകളായി തിരുവനന്തപുരത്തിന്റെ നാടൻ രുചിപ്പെരുമ വിളമ്പുന്ന വിഭവ വൈവിധ്യമാണ് പുന്നമൂട് പലഹാരത്തെരുവിനുള്ളത്. വെടിവെച്ചാൻ കോവിലിനും പുന്നമൂടിനും ഇടയിലായി രുചിമേളമൊരുക്കുന്ന ഈ തെരുവിൽ പാതയ്ക്കിരുവശവുമായി നിരവധി പലഹാരക്കടകളാണുള്ളത്. ചിട്ടയായ കൈവഴക്കത്തോടുകൂടി മുറുക്ക് ചുറ്റി വറുത്തെടുക്കുന്ന തൊഴിലാളികളെ പഴമയും പുതുമയും പേറുന്ന ഈ കടകളിലാകെ കാണാം. ഉഴുന്നുമാവ്, പിന്നെ എള്ള്, പിന്നെ പൊരിയാരം, ജീരകം, ഇതൊക്കെ കൂടെ ചേർത്ത് അതിന്റെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തി കുഴച്ച് അതിന്റെ മയത്തിനെടുക്കണം. ഇതിന്റെ എണ്ണയൊക്കെ തൊട്ട് ശകലം വെള്ളമൊക്കെ വച്ചിരുന്നിട്ട് നമ്മൾ ഇതിന്റെ ഇതെടുത്ത് വെള്ളം ഒരു പാകമായിരിക്കണം. അല്ലാതെ നമുക്ക് മുറുക്ക് പെട്ടെന്നൊന്നും ചുറ്റിയെടുക്കാനൊന്നും പറ്റൂല. അരിമാവ് കൂടുതൽ അതിന്റെ പാകത്തിനുള്ള ഉഴുന്ന മാവ് ഇട്ട് ബാക്കിയുള്ള പിന്നെ പൊരിയാരം, എള്ള്, ഓമം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ജീരകം ഒക്കെ കൂടെ ഇട്ട് നല്ല വൃത്തിയെ കുഴച്ച് അതിന്റെ പാകത്തിന് കുഴയ്ക്കണം. വെള്ളം കൂടാനും പാടില്ല. അരിയുടെ ഇത് അനുസരിച്ച് നമ്മൾ മാറ്റേണ്ടി വരും. എന്നിട്ട് നല്ല മൃദുത്വമായിട്ട് എടുത്ത് നമ്മൾ ചുറ്റിയെടുക്കണം. അപ്പം മുറുക്ക് റെഡിയാവും. പിന്നെ എണ്ണ നല്ല വൃത്തിയെ തിളയ്ക്കണം. തിളച്ച് അതിന്റെ കണക്കിന് വച്ചിട്ട് മുറുക്ക് നമ്മൾ ഇട്ട് അതിന്റെ അച്ചിനെ മാറ്റി വെന്ത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഒരേ കണക്കിന് വേവിച്ച് അതിന്റെ പാകത്തിന് എടുക്കണം. മുറുക്ക് റെഡിയായി. പുന്നമൂട് പലഹാരത്തെരുവിൽ പുതുമോടികളില്ലാതെ കാലങ്ങളായി പലഹാരമൊരുക്കുന്ന വേലമാൾ മുറുക്കുകട പഴമയോടത്ത് കാക്കുന്ന രുചിക്ക് പ്രസിദ്ധമാണ്. 4 പതിറ്റാണ്ടിലധികമായി വേലമാൾ മുറുക്കുകട തെരുവിൽ പ്രൗഢിയോടെ നിലകൊണ്ട് തുടങ്ങിയിട്ട്. അതായത് ഈ പുന്നമൂട് നാഷണൽ ഹൈവേയിൽ നിന്നും വെടിവെച്ചാൻ കോവിൽ പുന്നമൂട് റോഡിലാണ് ഈ കടകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇത് വന്നിട്ട് പുരാതനമായി പണ്ട് കാലത്ത് അമ്മൂമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലികളാണ്. ഇപ്പം അവരുടെ തലമുറകളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം ചെയ്തു വരുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഇതുകൊണ്ട് ഒരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ കൈത്തൊഴിലായിട്ട് ഓരോ കുടുംബത്തിലുള്ളവർ അവർ മൊത്തമായിട്ട് തന്നെ ജോലി ചെയ്ത് ഇങ്ങനെ ഉപജീവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പുറത്തുനിന്നൊക്കെ ആളുകൾ ഇവിടുത്തെ പണ്ട് തൊട്ട് ഇവിടുത്തെ മുറുക്കുകൾക്കും സാധനങ്ങൾക്കും ഈ സാധനങ്ങൾക്കെല്ലാം നല്ല ഡിമാൻഡും സത്യസന്ധമായിട്ടും വേറെ കലർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് എല്ലാവരും ചെയ്തു കൊടുക്കുന്നത്. അതിലൊന്നും വേറെ ഇതൊന്നുമില്ല. പിന്നെ ഇതിൽ വേറെ കൃത്രിമമായിട്ടൊന്നും ചേർക്കുന്നില്ല. ഇത് പുരാതനമായിട്ട് പണ്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അരച്ചൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മില്ലിലായി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളും ചേരുവകളും എല്ലാം ഇത് തന്നെയാണ് ചേർത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഒരു കൈ കൊണ്ടാണ് ഇവിടെ ജോലികളെല്ലാം ചെയ്യുന്നത്. പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളാണ് ഇവയെല്ലാം. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം 1-2 കടകളെ ഉള്ളുമായിരുന്നു. ഇപ്പം അത് കടയിൽ ഇരിക്കുന്നവരും ജോലി ചെയ്ത് ഓരോ കടകളിലിരുന്ന് പണികൾ പഠിച്ചവരും ആയിട്ടൊക്കെ ഉള്ളവർ നിരവധി കടകൾ ഇവിടെ പല ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. അവർക്കും അതുകൊണ്ടുള്ള കുടുംബങ്ങളെ നടത്തിക്കൊണ്ട് പോവാം എന്നുള്ളതല്ല. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ സാധനങ്ങളുടെ വില വർധനവ് വളരെയധികം കൂടുതലാണ്. അത് ഒരു സാധനമൊന്നുമല്ല, എല്ലാ സാധനങ്ങൾക്കും വില വർധനവാണ്. അതനുസരിച്ച് നമുക്ക് സാധനങ്ങളുടെ വില കൂട്ടാൻ പറ്റില്ല. കാരണം ഇത് ഒരു മിനിമം വിലയ്ക്ക് നമുക്ക് ഇത് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനെന്ന് പറഞ്ഞാൽ കല്യാണ ആവശ്യങ്ങൾക്ക്, മറ്റ് പ്രസവ സംബന്ധമായ 5-ാം മാസം അറിയിക്കാൻ, 7-ാം മാസം അറിയിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക്, പിന്നെ ഈ ഗർഭിണികളെ കാണാൻ പോകുന്നവർക്കൊക്കെ വേണ്ടി വാങ്ങിക്കൊണ്ട് പോകുന്നവർ, വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് പോകുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ആൾക്കാരാണ് വന്നു പോകുന്നത്. ഞങ്ങൾ ഇതൊരു ഉപജീവന മാർഗമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ലത. വേലമാൾ മുറുക്കുകട, പാരമ്പര്യപരമായ വേലമാൾ മുറുക്കുകടയിൽ നിന്നാണ്. 40 വർഷത്തോളമായി കട തുടങ്ങിയിട്ട്. ഈ കുടുംബം എല്ലാം നിലനിന്നതെല്ലാം ഈ കടയിൽ നിന്നാണ്. കേരളത്തിൽ നിന്നുള്ള പല ബന്ധുക്കളും വിദേശത്തേക്കും അന്യ സംസ്ഥാനത്തിലുമുള്ള ബന്ധുക്കൾക്ക് വേണ്ടി നമ്മുടെ കടയിൽ നിന്നും പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. പാരമ്പര്യത്തിൻ്റെ രുചി മാറാതെ പല കുടുംബങ്ങളും ഇന്നും നമ്മുടെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പക്ഷേ കോവിഡിൻ്റെ ഈ കാലാവസ്ഥയിൽ നമ്മുടെ കടയ്ക്ക് ഇപ്പോൾ ഒരു വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. പല കുടുംബങ്ങളും ഈ കട കൊണ്ടാണ്
ജീവിച്ചു പോകുന്നത്. സാധനങ്ങളുടെ വിലയും ഗ്യാസിൻ്റെ വിലയും കാരണം നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടാണ്. എന്നാലും പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ കട മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കടയിലെ കഠിനാധ്വാനം ചെയ്ത വേലമ്മാൾ എന്ന അമ്മ ആണ് 40 വർഷം കൊണ്ട് ഈ കട കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് വയസ്സായതുകൊണ്ട് കാരണം അമ്മ ഇപ്പം ജോലിയിൽ നിന്ന് ഇത്തിരി വിരമിച്ച് നിൽക്കുകയാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ കടയുടെ രുചി അനുസരിച്ച് ആളുകൾ അറിഞ്ഞുകൊണ്ട് ഒന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. വലിയ പരസ്യമില്ലാത്ത ഒരു കടയാണ് നമുക്കുള്ളത്. പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടി മോടി പിടിപ്പിക്കുകയോ ആർഭാടങ്ങൾ കാണിക്കുകയോ ചെയ്യാതെ ഒരു ചെറിയ കടയാണ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. കോവിഡും ഗ്യാസ് അടക്കമുള്ള ആവശ്യ സാധനങ്ങളുടെ വിലവർധനയും സാരമായി ബാധിക്കുന്നുണ്ടെങ്കിലും രുചിയിലും ചേരുവകളിലും ഒരു കുറവും വരുത്താതെയാണ് ഇവിടുത്തെ വ്യാപാരികൾ ഇപ്പോഴും പലഹാരമൊരുക്കുന്നത്. ഒരു തവണ കഴിച്ചവർക്കൊന്നും മറക്കാനാകാത്ത രുചിഭേദമാണ് പൈതൃകമുറങ്ങുന്ന ഈ തെരുവിന് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചായക്കൊപ്പമായാലും കല്യാണാവശ്യങ്ങൾക്കായാലും ഇവിടുത്തെ പലഹാരങ്ങൾ പലർക്കും ഒരു നിർബന്ധമായി തീരുന്നത്. ബി ലൈവ് ന്യൂസിനു വേണ്ടി വിഷ്ണുവാർ. നന്ദി, നമസ്കാരം.